ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിന്ദ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേനൽക്കാലത്ത് പ്രയോജനമായിട്ടുള്ള പാനീയങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ പ്രധാനമായിട്ടുള്ളത് രാമച്ചം ഇട്ട് തിളപ്പിച്ച വെള്ളം, അതുപോലെ തന്നെ നമ്മുടെ കൊറിയാണ്ടർ അല്ലെങ്കിൽ മല്ലിയുടെ സീഡ് ഇട്ട് തിളപ്പിച്ച വെള്ളം, അതുപോലെ തന്നെ നറുനീണ്ടി, അതുപോലെ തന്നെ നമുക്ക് കരിങ്ങാലി, ഇതുപോലുള്ള ഔഷധങ്ങളിട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറയുന്നതായിട്ടും ചൂടിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ തന്നെ വെള്ളദാഹം കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇതുപോലുള്ള പാനീയങ്ങൾ. അപ്പം നമ്മൾ ഇനി നമുക്ക് നറുനീണ്ടിയുടെ സിറപ്പ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുകൊണ്ടുള്ള പാനീയങ്ങളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കാം. ആദ്യം തന്നെ നറുനീണ്ടിയുടെ വേരാണ് നമുക്ക് ഉപയോഗപ്രദം. വേര് നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുക. അതിനുശേഷം ഈ വേര് 50 ഗ്രാം വേരിന് നമുക്ക് ഒരു 1.5 ലിറ്റർ വെള്ളം എന്ന റേഷ്യോയിൽ നമുക്ക് വെള്ളം എടുത്ത് തിളപ്പിക്കാവുന്നതാണ്. ആ വെള്ളത്തിൽ ഈ വേര് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം 1/2 കിലോ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് ഇതൊരു സിറപ്പാക്കി നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. ഈ സിറപ്പ് കൊണ്ടുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ കുറച്ച് ഇതുപോലെ ലെമൺ ജ്യൂസൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ഈ സിറപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു റീജുവനേറ്റിംഗ് ആയിട്ടുള്ളൊരു പാനീയമാണ്. ഇത് നമ്മുടെ ഉഷ്ണ സമയത്ത് നമുക്ക് ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സഹായിക്കുന്ന ഒരു ഔഷധ പാനീയം തന്നെയാണ് നറുനീണ്ടിയുടെ പാനീയം. അതുപോലെ തന്നെ നമുക്ക് പ്രയോജനമായിട്ടുള്ള മറ്റൊരു പാനീയം എന്ന് പറയുന്നത് മോരുവെള്ളമാണ്. മോരുവെള്ളത്തിൽ നമുക്ക് അല്പം കറി ലീവ്സ് അല്ലെങ്കിൽ നമ്മുടെ കറിവേപ്പില ഒരു 8-9 തണ്ട് കറിവേപ്പിലയും കൂടെ അരച്ച് അതിൽ ചേർത്ത് നമുക്ക് ഇതുപോലെ ലസ്സി കണക്ക് ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. ഈ മോരിൻ്റെ തന്നെ അത് അല്പം കുരുമുളകും ഉപ്പും കൂടെ ഇട്ട് അത് മോര് വെള്ളം ഇതുപോലെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കുടിക്കുന്നത് ഇതുപോലെ തണുക്കാൻ സഹായിക്കുന്ന, ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാനും നമുക്ക് ഉള്ളിലൊരു തണുവ് തരാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇതുപോലത്തുള്ള പാനീയങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് പേരക്കയുടെ ജ്യൂസ് അടിക്കാം, വാട്ടർ മെലോൺ, ഇതുപോലെയുള്ളതൊക്കെ നമുക്ക് വേനൽ സമയത്ത് ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാവൽ പഴത്തിൻ്റെ ആയാലും ജ്യൂസൊക്കെ കുടിക്കുന്നതൊക്കെ നല്ലതാണ്. ഇത് ബോഡി കൂളിംഗ് ആയിട്ടുള്ള ഫ്രൂട്ട്സാണ് ഞാവൽപ്പഴം, പേരയ്ക്ക, വാട്ടർ മെലോൺ. അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്കയുടെ ജ്യൂസായാലും നമുക്ക് കുടിക്കാവുന്നതാണ്. തേനും കൂടെ അല്പം ആഡ് ചെയ്ത് കുടിക്കുന്നത് നല്ലതാണ് നെല്ലിക്കയുടെ ജ്യൂസ് ഈ സമയത്തൊക്കെ. അതുപോലെ തന്നെ കുക്കുംബറിൻ്റെ ജ്യൂസ്, അതായത് വെള്ളരിക്ക, സലാഡ് വെള്ളരിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങയുടെ ജ്യൂസും ഇത് കണക്ക് നമുക്ക് അല്പം പുതിന ഇലയും കൂടെ ചേർത്ത് കുടിക്കുന്നത് നല്ലതായിരിക്കും. പുതിന ഇലയും കൂടെ അരച്ച് ചേർത്ത് ഈ കുക്കുംബർ ജ്യൂസിലേക്ക് അരച്ച് ചേർത്ത് നമുക്ക് ആ ജ്യൂസ് 2-3 നേരം കുടിക്കുന്നതൊക്കെ ഇതുപോലെ കടുത്ത ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സഹായകരമാണ് ഇതുപോലത്തുള്ള പാനീയങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ ലെവൽ, നമ്മുടെ ശരീരത്തുള്ള മോയ്സ്റ്റ്, അതായത് നമ്മുടെ ശരീരത്തുള്ള ജലാംശം പോകാതിരിക്കാനും സഹായിക്കുന്നതാണ് ഇതുപോലത്തുള്ള പാനീയങ്ങൾ. അപ്പം നമ്മൾ ഇതുപോലത്തുള്ള പാനീയങ്ങൾ കുടിക്കുന്നത് വഴി നമ്മുടെ ജലാംശം കൂടുകയും അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് മാറിക്കിട്ടുകയും മൂത്രസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുകയും ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.